സ്പെഷ്യൽ ഓഫറിലാണ്. ഹൈബ്രിഡ് ആണ്, അതാണ് മൈലേജ് ഉണ്ടാവും. ഫാൻസി നമ്പർ ഒക്കെ KL21 4444 വണ്ടി നമ്പർ. ഓക്കെ, വണ്ടി നല്ല ക്ലീൻ ആണ് വണ്ടി. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി പ്രോപ്പർ സർവീസ് പോയതിൻ്റെ പേരിൽ ഗുഡ് വിൽ വാറണ്ടിയിൽ അതിൻ്റെ സസ്പെൻഷൻ വരെ ഫ്രീ ആയിട്ട് മാറി, ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറി. ഈ കാറ്റഗറി വണ്ടിയൊക്കെ എടുക്കാൻ ഇതിന് നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഓൾറെഡി ഇപ്പോൾ നമുക്ക് 2-3 ആളുകൾ ബാക്ക് ടു ബാക്ക് വണ്ടി എൻക്വയറി ചെയ്തു. ഇത് 2021 ആണ്. റൂബിക്കോൺ ആണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ 2026 10 മാസം വരെയും അണ്ടർ വാറണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ടോപ്പ് ഗിയർ 7ലേക്ക് എത്തി. TG7 അനസ്ക നമ്മുടെ കൂടെ ഉള്ളത്. സ്വാഗതം. എങ്ങനെയുണ്ട് നോമ്പായിട്ട്? ഇന്ന് നോമ്പ് പകുതി ആയല്ലേ, ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും ബിസിനസ് എങ്ങനെയുണ്ട്? ബിസിനസ് കുറച്ച് സ്ലോ ആണ്, എന്നാലും കുറച്ച് സ്ലോ ആയിരിക്കും. എന്നാലും നമ്മുടെ കയ്യിൽ ഇന്ന് കുറച്ച് നല്ല സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 വണ്ടികളുണ്ട് കാണിക്കാനായിട്ട്. എന്നാലും നമുക്ക് പറ്റാവുന്ന വണ്ടികൾ കുറച്ച് പ്രീമിയം ഉണ്ട്, ചെറിയ വണ്ടികളുണ്ട്. പ്രീമിയം എന്ന് വെച്ചാൽ റാംഗ്ലർ അടക്കമുണ്ട്, റാംഗ്ലർ വെൽഫെയർ ഇതൊക്കെ ഉണ്ട്, ലെക്സസിന്റെ 300 ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതും കാണിക്കാം നമുക്ക്. അതിനോടൊപ്പം പറ്റാവുന്ന വണ്ടികളൊന്ന് കവർ ചെയ്ത് പ്രേക്ഷകരെ കാണിക്കാം. ചെറുതുകൊണ്ടേ നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ടാ. ചെറിയ വണ്ടിയുണ്ട്, ഡീസൽ വണ്ടി. മെയിൻ ആയിട്ടുണ്ടോ ഹെക്സ് ഉണ്ടോ? ഹെക്സ് സത്യം പറഞ്ഞാൽ ഒരെണ്ണം വരാനുണ്ട്, പക്ഷെ വന്നിട്ടില്ല. അവിടെ ഹെക്സ് ആണ് നമ്മുടെ എപ്പോഴും ചോദിക്കുന്നത്. മെയിൻ ആയിട്ടാണ് ഹെക്സ. 700 ഇത് കാണിക്കുന്നത്. 700 ഉണ്ട്, 700 2 ഉണ്ട്, സഫാരി ഉണ്ട്, ഹാരിയർ ഉണ്ട്, പുതിയ സ്കോർപിയോ നിയോ ഉണ്ട്. 4 വീൽ ഡ്രൈവും ഉണ്ട്, 2 വീൽ ഡ്രൈവും ഉണ്ട്, 2 വീലും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സെഗ്മെന്റ് വാഹനങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാം കിട്ടും കേട്ടോ. ചെറിയ പോളോ ഉണ്ട് അല്ലേ, TSI ഉണ്ട്. എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും കിട്ടുന്ന ഷോറൂമാണ്. കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വരുന്നത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു 1-1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഹൈവേയുടെ സൈഡ് നേരെ പാരലൽ റോഡിലാണ് ഇങ്ങോട്ടേക്ക് കയറണം, മെയിൻ ഹൈവേ. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വണ്ടികളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, ആ ഗ്യാരണ്ടി ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് വരാം. പിന്നെ പ്രൈസിങ് നല്ല ഇതൊക്കെ ചെയ്ത് മാക്സിമം. പിന്നെ പ്രൈസ് എപ്പോഴും ഇപ്പൊ പല പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇടുന്നതിന്റെ പേരില്ലേ പ്രൈസ് കുറച്ചിടുമ്പോൾ കുറച്ച് പറയുമ്പോഴൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് വണ്ടിക്ക് ഇഷ്ടപ്പെട്ട വിളിച്ചോ, എന്തായാലും മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. എന്നാലും പുറത്തുള്ള പ്ലാറ്റ്ഫോമിൽ പറയുന്നതിൽ കുറച്ച് തന്നെ ആയിരിക്കുള്ളൂ നമ്മളിൽ പറയുന്നത്. പുറത്തുള്ള പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ അതിൽ വാങ്ങാൻ വരുമ്പോൾ ഫൈനലാക്കിയിട്ട് കൊടുക്കും, ഇടുമ്പോൾ കൂട്ടിയിടുന്നതാണ്. നമ്മുടെ വീഡിയോയിൽ എന്തായാലും കുറച്ച് പറയാം. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. മെയിൻ നമ്മളെ സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രവാസികളാണ്. പ്രവാസികൾ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് മൊത്തത്തിൽ അല്ലേ? എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ആദ്യ വാഹനം i20 ആണ്. ഓൺലി i20 KL1 തിരുവനന്തപുരം വണ്ടിയാണ്. 2022 ആണ്. ഡീസൽ ആണെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഡീസൽ ആസ്റ്റോ ഓപ്ഷൻ വളരെ റയർ ആയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ. നല്ല മൈലേജ് ഉണ്ടാവും. പുതിയ വണ്ടി ഇറങ്ങണില്ല ഇപ്പൊ, ഡീസൽ വണ്ടി ഇറങ്ങണില്ല. മൈലേജ് കമ്പനി പറയണത് ശരിക്കും പറഞ്ഞാൽ 20 തൊട്ട് 25 വരെയാണ്. ഹൈവേയിൽ നല്ല ഇതിൽ ഓടിക്കണമെങ്കിൽ 25 വരെയും കിട്ടുന്ന പറയണേ. എന്തായാലും 20 ഉറപ്പാണ്. നമ്മൾ ഓടിച്ചു വന്നപ്പോഴും 20. ഏറ്റവും കൂടിയ വണ്ടിയാണ് ആസ്റ്റോ ഓപ്ഷൻ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 55,000 കിലോമീറ്റർ ഓടിയേക്കണ്. മോഡൽ 2022 ആസ്റ്റോ ഓപ്ഷൻ ഡീസൽ. 55,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം 4 വർഷം ആവാനായിട്ടുണ്ടാവും. എന്നിട്ട് 55,000 വലിയൊരു ഓട്ടം പോയിട്ടില്ല. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോ? പ്രോപ്പർ ഹിസ്റ്ററി ഉള്ളതാണ്. ഓക്കെ, എത്രയാ ചോദ്യം? ഇത് 9 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചേക്കുന്നത്. എന്തെങ്കിലും കൂടി ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറുത് അഡ്ജസ്റ്റ് ചെയ്യാം. അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്രയുണ്ട്? 11-12 ലക്ഷത്തിൽ ചെല്ലാനും വരും അന്ന് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ. പിന്നെ ഈ വണ്ടിയുടെ വില ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഈ വണ്ടിക്ക് ആവശ്യക്കാരുണ്ട്. വണ്ടി പക്ഷെ പുതിയത് വരുന്നില്ല. അത് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വില നിൽക്കുക. അത് അത്രയും 1.5 ആണ് കേട്ടോ. നമുക്ക് വെർണക്കൊക്കെ വരുന്ന എഞ്ചിനാണ്. നല്ല പവറാണ് സംഭവം. റോക്കറ്റ് പോലെ പോണ സംഭവം. അതായത് പോളോ TSI ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിലും വേണേ ഒന്ന് പരീക്ഷിക്കാം അല്ലേ? ശരിക്കും പ്രാക്ടിക്കൽ കാർ തന്നെ പറയാം. ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മൈലേജ് ഉള്ള വണ്ടി. ഓക്കെ, ലോൺ എത്ര കയറും? ലോണ് ഒരു 8 എന്തായാലും കയറും. പിന്നെ പ്രൊഫൈൽ അത്ര നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഫുള്ള് കയറി കൂടായില്ല, ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡീസൽ വണ്ടിയാണ് ഫസ്റ്റ് തന്നെ കിട്ടിയത്, മൈലേജുള്ള വണ്ടി. അടുത്തത് നിസാൻ മാഗ്നൈറ്റ് KL1 വണ്ടിയാണ്. ഇതും 1 ലിറ്റർ ടർബോ TSI ആണ്. CVT വരുന്ന ഓട്ടോമാറ്റിക് വരുന്ന ശരിക്കും ഒരു SUV-യുടെ അത്ര തന്നെ ഹൈറ്റ് കിട്ടുന്ന ഒരു വണ്ടിയാണത്. തീർച്ചയായും അത്യാവശ്യം ഹൈറ്റിലും പിന്നെ നല്ല സുഖമുള്ള CVT. ട്രാൻസ്മിഷനൊക്കെ നല്ല അടിപൊളി ട്രാൻസ്മിഷനാണ്. ഇനീഷ്യൽ പിക്കപ്പ് ആണെങ്കിലും നല്ല സ്മൂത്താണ് വണ്ടി. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2023 വണ്ടി. 23 മോഡലിൽ 9,000 മാത്രം. സിംഗിൾ ഓണർഷിപ്പ്. വേറെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. നമ്മളിലുണ്ട്.
എല്ലാത്തിനും ഇപ്പോൾ ഇൻഷുറൻസ് നേരത്തെ കണ്ട എല്ലാത്തിനും ഇൻഷുറൻസ് ഒക്കെ പക്കയാണ്. ഓക്കെ. അപ്പോൾ ഒന്നും നിങ്ങൾ ചെയ്യാനില്ല. ഇപ്പോൾ സർവീസ് ലാസ്റ്റ് എത്രയുള്ള കഴിഞ്ഞ? ഇതിപ്പോൾ റീസെന്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണിത്. ഒരു 2 മാസമൊക്കെ ആയിട്ടുള്ളതാണ്. ഇനി 18,000 ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 1,000 എന്തായാലും ഒരു വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ അതിനാണ്. അപ്പോൾ 1 ലിറ്റർ ടർബോ CVT ആണ്. ലോങ്ങിൽ ഒരു 13 വരെയൊക്കെ മൈലേജ് കിട്ടും. കമ്പനി പറയണത് 16 എന്തോന്ന് പറയണം. എന്നാലും ഒരു 13-14 എന്തായാലും കിട്ടേണ്ടതാണ്. ലോങ്ങിൽ അത്രയും കിട്ടുന്നുണ്ട്. ഓക്കെ. ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 10-11 അറേഞ്ച് ചെയ്യണം. പക്ക കോമ്പാക്ട് SUV എന്ന് തന്നെ പറയാം. ശരിക്കും കയറി ഇറങ്ങാനൊക്കെ നല്ല സുഖമുള്ള. തീർച്ചയായും. എത്ര ചോദ്യം? എത്ര നമ്മൾ ചോദിക്കുന്നത് 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 8 ലക്ഷത്തിന് 2023 വെറും 9,000 കിലോമീറ്റർ ഓടിയ 1 ലിറ്റർ ടർബോ CVT ഓട്ടോമാറ്റിക് മാഗ്നറ്റ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. വാറണ്ടി ഇപ്പോൾ ഉണ്ടാവോ? വാറണ്ടി 3 ഇയർ ഉണ്ടാവും. 6 മാസം. മാസം എത്ര കാണുന്നില്ല. എന്നാൽ ഈ വർഷം വരെ വാറണ്ടി 6 മാസമാണ്. 6 മാസം തന്നെയാണ്. ഓക്കെ. അപ്പോൾ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ലോൺ എത്ര കിട്ടും? ലോൺ എന്തായാലും ചിലപ്പോൾ ഫുള്ള് കിട്ടാം. എന്തായാലും 1 ലക്ഷം രൂപ താഴെ ഡൗൺ പേയ്മെന്റ് ചെയ്ത് മതിയാവും. ഓക്കെ. ജീപ്പ് കോമ്പസ് തിരുവനന്തപുരം വണ്ടിയാണ്. തിരുവനന്തപുരത്ത് കൂടുതൽ കുറച്ചും കൂടി നല്ല വണ്ടികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ തിരുവനന്തപുരം നോക്കിയത്. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2018-19 ഇതിന്റെ പ്രത്യേകത 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ്. 18-19 ഹിസ്റ്ററി ഒക്കെ പക്കയാണ്. പലപ്പോഴും ഈ കിലോമീറ്റർ കുറവാണുമ്പോൾ ആളുകളിൽ ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. പക്ഷേ ഹിസ്റ്ററി പക്കയായിരിക്കും. നമ്മുടെ ഇവിടെ ഉള്ള ഒരു വണ്ടിയും ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടി ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ടെൻഷനേ വേണ്ട. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചാൽ ഹിസ്റ്ററിയിൽ പോലും പിടികിട്ടുന്നില്ല. പക്ഷേ ഇൻഷുറൻസ് ഹിസ്റ്ററിയിൽ വല്ല ക്ലെയിം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുക്കുന്ന സാധാരണ ഇതിൽ കമ്പനിയിൽ ഹിസ്റ്ററി നോക്കും, ഇൻഷുറൻസ് ഹിസ്റ്ററി നോക്കിയിട്ടല്ലാത്ത വണ്ടിയിൽ എടുക്കാറില്ല. കാരണം എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്കൊരു സംശയം തോന്നി ഇൻഷുറൻസ് ഹിസ്റ്ററി എന്തായാലും എടുക്കാണ്ട്. കാരണം പലപ്പോഴും നമ്മളും പെട്ടിട്ടുണ്ട് ഇതേപോലെ ഒരു കുഴപ്പമില്ലാത്ത വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ചില വണ്ടികൾ ഭയങ്കരമായിട്ടുള്ള ക്ലെയിമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻഷുറൻസ് ഹിസ്റ്ററിയും കൂടി എടുത്തിട്ട് തന്നെയാണ് എടുക്കാറ്. അല്ല, ഫിസിക്കൽ ചെക്ക് തന്നെ ഒരുമാതിരി അറിയാൻ മനസ്സിലാവില്ലേ. പക്ഷെ ചില കാര്യങ്ങൾ അറിയാൻ പറ്റണില്ല. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വണ്ടിയിൽ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളും അപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ എളുപ്പത്തിൽ പെടും. നമ്മളും കൂടിയും പെടും എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇത്രയും വർഷങ്ങളായിട്ട് നിൽക്കണം. നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ പറയാനില്ല. ഓക്കെ. അപ്പോ 27,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. 18-19 ലിമിറ്റഡ് പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. ലിമിറ്റഡ് പ്ലസ് അല്ല, ലിമിറ്റഡ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം. ടോർക്ക് കൺവെർട്ടർ ആണ് വരിക. 1.5 അല്ലേ വരിക? 1.5. ഓക്കെ. പിന്നെ ഇതൊക്കെ ആ ഒരു ഡ്രൈവിംഗ് സുഖത്തിന് വേണ്ടി എടുക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് ആളുകൾ അത്ര ചെറിയ കിലോമീറ്റർ കൂടി ഈ പറഞ്ഞ പോലെ അങ്ങനെ കൊണ്ടുനടന്നത്. മൈലേജ് ഒന്നും നോക്കിയിട്ട് എടുക്കുന്ന വണ്ടിയല്ല. മൈലേജ് എന്തായാലും 10ന്റെ മുകളിൽ മൈലേജ് അത് കിട്ടും. സാധാരണ നമ്മളിപ്പോ നേരത്തെ നിസാൻ മാഗ്നൈറ്റ് പറഞ്ഞില്ലേ, ഏകദേശം അതിന്റെ മൈലേജ് ഒക്കെ കിട്ടും. അപ്പോൾ എത്ര ചോദ്യം? ഇത് നമ്മൾ 11 ലക്ഷം രൂപക്കാണ് കൊടുക്കാൻ വെച്ചേക്കണത്. പിന്നെ ആ കിലോമീറ്ററാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അതിൽ കുറച്ചും കൊടുക്കും. വണ്ടി നീറ്റാണ് കേട്ടോ. ഇന്റീരിയർ ഒക്കെ പെർഫെക്റ്റ് പുതിയ വണ്ടി വെക്കണ പോലെ തന്നെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. 18 മോഡൽ 19 രജിസ്ട്രേഷൻ വെറും 27,000 കിലോമീറ്ററോടെ പെട്രോൾ ഓട്ടോമാറ്റിക് ലിമിറ്റഡ്. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടാവും, വിളിച്ചോളൂ. അടുത്ത വണ്ടി ഇനി ഹാരിയർ സഫാരി നിരകളാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണിത്. അല്ല, അന്ന് 2 ഓട്ടോമാറ്റിക് അന്നുള്ളതൊക്കെ അതൊക്കെ പോയിട്ടുണ്ടല്ലേ. ഓക്കെ. KL 4 രജിസ്ട്രേഷൻ ആലപ്പുഴ വണ്ടിയാണ് ഹാരിയർ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ മാനുവലാണ്. XT പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. പാനോറമിക് സൺറൂഫ് വരും. XZ പ്ലസിന്റെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ്. XZ വരും അതിന്റെ തൊട്ട് താഴെ. XZ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സൺറൂഫ് ഉണ്ടാവില്ല. സൺറൂഫ് ഉണ്ട്. XT പ്ലസിലാണ് സൺറൂഫ് വരുന്നത്. ഓക്കെ. ഡീസൽ മാനുവലാണ്. സിംഗിൾ ഓണർ ആണ്. വേറെ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 47 ആയിട്ടുണ്ട്. 47,000. ഓക്കെ. 2022 മോഡലാണ്. സർവീസ് ഒക്കെ പക്കാ പോയിട്ടുണ്ട്. വാറണ്ടി ഒന്നുമില്ല. നോർമൽ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? എത്ര ഇതിന്റെ? ഇത് നമ്മൾ 13,90,000 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച്. 22 മോഡലാണ്. XT പ്ലസ്. അതായത് എക്സെറ്റിലേക്ക് പോയാലും നിങ്ങൾക്ക് പാനോറമിക് സൺറൂഫ് കിട്ടൂല. അത് ഈ വണ്ടിയിൽ വരുന്നുണ്ട് അല്ലേ? XT പ്ലസിൽ വരുന്നുണ്ട്. ഓക്കെ. പിന്നെന്താ, സേഫ്റ്റി ഉണ്ട്. വണ്ടി ക്ലീൻ. അത്യാവശ്യം മൈലേജ് കിട്ടും. അത്യാവശ്യം മൈലേജ് എന്തായാലും ഡീസൽ അല്ലേ? ഡീസൽ മാനുവലാണ്. എന്തായാലും ഒരു 15 അടുപ്പിച്ച് കിട്ടും. 15 അടുപ്പിച്ച് ലോങ്ങിൽ കിട്ടും. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്തേക്ക് പോകാം. ബ്ലാക്ക് കണ്ടു. ഇനി ഒരു വൈറ്റ് ഹാരിയർ ആണ്. KL 1 തന്നെയാണ് അല്ലേ? 2021 മോഡൽ. ഓട്ടോമാറ്റിക് ആണ്. മറ്റേത് മാനുവൽ. ഇത് ഓട്ടോമാറ്റിക് ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്. ഏത് ഓപ്ഷൻ? XZ പ്ലസ് ഏറ്റവും കൂടിയ ഡീസൽ ഓട്ടോമാറ്റിക്. ടോപ്പിന്റെ വാഹനം. 21 മോഡൽ 65,000 സിംഗിൾ ഓണർ വണ്ടി.
ടയേഴ്സ് പുതിയ പുതിയ കോണ്ടിനെന്റലിന്റെ പുതിയ ടയേഴ്സ് ആണ്. പാർട്ടിക്കൊന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാൻ എടുത്ത് ഓടിക്കാം. ടൗണിലൊക്കെ ആണെങ്കിൽ ടൗണിലാണെങ്കിൽ ഒരു 9 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. ഹൈവേയിലൊക്കെ ഒരു 13 കിട്ടുമല്ലോ ഏകദേശം. ഓക്കെ, അതും നോക്കി ഓടിക്കണം. ഓട്ടോമാറ്റിക് ആയാലും വണ്ടി ലോങ് ഡ്രൈവിൽ അത്യാവശ്യം നന്നായിട്ട് ഓടിക്കുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. പിന്നെ നല്ല പവറുള്ള വണ്ടിയാണ്. അതെ, അപ്പൊ മാനുവലുമായി ഓട്ടോമാറ്റിക്കും അതിൽ തന്നെ ബ്ലാക്കും വൈറ്റും ഉണ്ട്. ഇത് ഡ്യുവൽ ടോൺ ആണ്. ഇതിന്റെ ചോദ്യം എത്ര ഇപ്പോൾ? ഇതിന്റെ 14,25,000 ചോദിക്കുന്നത്. 14,500,000 അല്ലേ? ഓക്കെ, അപ്പോ ലോൺ എത്ര കിട്ടാൻ ചാൻസ്? ലോൺ ഒരു 13-13.5 വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും. വേറെ ഒന്നും ഇപ്പൊ ചെയ്യാനില്ല. ചെയ്യാനില്ല, വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, പിന്നെ എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് ഷേപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോഴത്തെ ഷേപ്പിനേക്കാൾ ഇതിനെ സ്നേഹിക്കുന്നവരുണ്ട്. ഓക്കെ, എന്തായാലും നമ്മള് സഫാരി പുതിയ ഷേപ്പ് പ്രാവശ്യം ചെയ്തിട്ട് ആ വണ്ടിക്ക് എൻക്വയറി കുറവായിരുന്നു, ശരിക്കും കുറവായിരുന്നല്ലേ ആ ഷേപ്പിന്? ഓക്കെ, ഇത് തന്നെ തപ്പി നടക്കുന്ന ഈ പഴയ ഷേപ്പിനോട് ഭയങ്കര ഇഷ്ടമുള്ള. അടുത്ത വണ്ടിയിൽ ഹാരിയർ പോരാ, നമുക്കൊരു 7 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ സഫാരി ഉണ്ട്. KL 7 എറണാകുളം വണ്ടിയാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ തവണ ഈ സെയിം കളർ തന്നെയാണ്, പക്ഷേ 2021 ആയിരുന്നു. ഓക്കെ, ഇത് 22 വണ്ടി. അപ്പോൾ മൂവിങ് ഉണ്ടല്ലേ? സഫാരി അത്യാവശ്യം ചോദ്യമുള്ള വണ്ടിയാണ്. കാരണം ഈ ബഡ്ജറ്റിൽ 7 സീറ്റർ വണ്ടി എന്നുള്ളൊരു ആളുകൾ. പിന്നെ മെയിനായിട്ട് മെയിൻ്റനൻസ് വളരെ കുറവാണ്. വന്നാൽ തന്നെ വളരെ ചീപ്പാണ്. പ്രൈസ് നമ്മൾ വേറൊരു വണ്ടിക്ക് സ്പെൻഡ് ചെയ്യണ അത്രയും പൈസ ഒന്നും നമുക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടാറ്റ കൂടുതൽ ആളുകൾ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇത് മോഡൽ 22 മോഡല് 50,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ XZ+ ആണ്. മാനുവലാണ്. പാനോറമിക് സൺറൂഫ് വരുന്ന ഏറ്റവും കൂടിയ വണ്ടി. മാനുവൽ XZ+. ഇത് സെയിം തന്നെ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 15 മൈലേജ് ഉണ്ട് ലോങ്ങിൽ അല്ലേ? അതെ. ഓക്കെ, വണ്ടി ആക്സിഡന്റ് ഫ്രീ ആണ്. നല്ലൊരു വണ്ടിയാണ്. കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. അതെ അതെ. നമ്മളിവിടെ ഹൈക്കോടതിയിലുള്ള എറണാകുളത്തുള്ള ഹൈക്കോടതിയിലുള്ള ഒരു ജഡ്ജി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എത്ര ആസ്കിങ് പ്രൈസ്? നമ്മളൊരു 15 lakhs കൊടുക്കാന്നാണ് വിചാരിച്ചേക്കുന്നത്. 15 ലക്ഷം അല്ലേ? ഓക്കെ. ലോണ് സത്യം പറഞ്ഞ വണ്ടിക്ക് ഫുള്ള് ലോൺ കയറും. ഫുൾ ലോൺ. ഓക്കെ, അപ്പോൾ 15 ലക്ഷത്തിനാണ്. സഫാരി അന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 30 ലക്ഷത്തിന് അടുത്തുണ്ടല്ലോ. ഇപ്പോഴാണ് പിന്നെ ഒരു ഇത്തിരി ഡ്രോപ്പ് വന്നിട്ടുള്ളത്. അന്ന് വന്നിട്ടുണ്ട്, അന്ന് 30 ലക്ഷം താഴെ വന്നിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടിയ ഓട്ടോമാറ്റിക്കിന് 33 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പൊ അതില് പിന്നെ GST ഡ്രോപ്പ് വന്നപ്പോൾ 2 ലക്ഷം രൂപ പിന്നെയും കുറഞ്ഞ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾക്ക് 15 ലക്ഷത്തിന് കിട്ടുന്നത്. താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. ഫുൾ ഓൺ ചാൻസ് ഉണ്ട് അല്ലേ? ഒരു 7 സീറ്റർ വേണം എന്നാൽ ഒരു 10-15 ലക്ഷം ഒന്നും എടുക്കാനില്ല എങ്കിലിതാ ഒരു കാരൻസ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക്. KL 2 കൊല്ലം വണ്ടിയാണ്. ഒരു ഒതുങ്ങിയ 7 സീറ്റർ അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 വണ്ടി. പിന്നെ പ്രസ്റ്റീജ് പ്ലസ് ആണ്. ഓക്കെ, പിന്നെ ഡീസൽ മാനുവൽ ആണ്. ഡീസൽ മാനുവൽ ഫുൾ ഓപ്ഷന്റെ താഴെ അല്ലേ? പ്ലസ് തൊട്ട് താഴെ. ഡീസൽ മാനുവൽ എന്ന് പറയുമ്പോൾ മൈലേജ് എങ്ങനെ പോയാലും ഒരു 17-18 മൈലേജ് കിട്ടും. അതാണ് 7 സീറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് എർട്ടിഗയാണ്. എർട്ടിഗയിൽ നോക്കുമ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല അല്ലേ? കുറച്ചും കൂടി സ്പേസ് ഇരിക്കാനൊക്കെ, കാലൊന്നും മുട്ടൂല. ബാക്ക് റോ തന്നെ അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്ക് നല്ല ഇരിക്കാൻ പറ്റുന്ന റോ ആണ്. അങ്ങനത്തെ കൺജസ്റ്റഡ് ആയ മറ്റേ ഡാറ്റ്സന്റെ വണ്ടിയില്ലേ, ഗോ പ്ലസ്, അതുപോലെ ഒന്നല്ല, നല്ല സ്പേസ് ഉള്ള വണ്ടി തന്നെയാണ്. നല്ല അത്ര ഫീച്ചേഴ്സും വരും. പിന്നെ ഓട്ടം എത്ര പോയത്? ഓട്ടം 40,000 ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ. പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. പിന്നെ ഡീസൽ മാനുവല് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ, ടയേഴ്സ് ഒക്കെ നല്ലതാണ്. പ്രസ്റ്റീജ് പ്ലസ് ആണ്. ഓക്കെ, ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ ഒക്കെ ഉണ്ടാവും. ഇതിൽ അത് വരില്ല, ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ വരും അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം ഉള്ളതാണ്. ഓക്കെ, എത്ര ചോദ്യത്തിൽ നമുക്ക് 11,75,000 രൂപ കൊടുക്കാൻ പറ്റും. 11,75,000 ലോണും ഏകദേശം ഫുള്ളായിട്ടൊക്കെ കയറാൻ സാധ്യതയുള്ളൊരു വണ്ടിയാണ്. ഓക്കെ, 2 XUV 700 ഉണ്ട്. ആദ്യം നമുക്ക് ഇതിനെ പരിചയപ്പെടാം. റെഡ് ആണ്. KL 3 രജിസ്ട്രേഷൻ വണ്ടി. ഇത് 7 സീറ്ററാ? ഇത് 7 സീറ്റർ AX7 ആണ്. 2023 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. AX7 പെട്രോൾ ഓട്ടോമാറ്റിക് 23. വാറണ്ടി ഇപ്പം ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. നിലവിൽ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. ഓട്ടം 38,000 കിലോമീറ്റർ. ടയർ മാറിയിട്ടുണ്ട്. 4 മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ 4 മാറിയിട്ടില്ല, 2 ടയർ മാറിയിട്ടുണ്ട്. പഴയത് തന്നെ. ഓക്കെ, 2 ടയർ മാറിയിട്ടുണ്ട്. 2 ടയർ മാറേണ്ടി വരും. കുറച്ചും കൂടിയൊക്കെ ഓടാൻ പറ്റും. ക്ലെയിം ഒന്നുമില്ല. ഇത് ബമ്പറിൽ ചെറിയൊരു സ്ക്രാച്ച് മാത്രം കമ്പനിയിൽ കാണിച്ചിട്ടുള്ളൂ. വേറെ ക്ലെയിമുകളോ കാര്യങ്ങളൊന്നുമില്ല. AX7L അല്ല, അതിന്റെ തൊട്ട് താഴെ അഡാസ് വരില്ല അല്ലേ? അഡാസ് ഇല്ല, ഇതിനകത്തില്ല. ഓക്കെ, ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സൺറൂഫ് ഒക്കെ വരുന്ന പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ലെതർ സീറ്റ് വരും. സീറ്റ് വെന്റിലേഷൻ ഇല്ല, അതും ഉണ്ടാവില്ല. ഓക്കെ, എത്രയായിട്ട് ചോദ്യം? എത്ര? ഇത് നമ്മൾ 18,25,000 രൂപയാണ് ചോദിക്കുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, ഓട്ടോമാറ്റിക് വാഹനമാണ്. പെട്രോളില്
ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് വണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് 19,50,000 രൂപയ്ക്ക് കൊടുത്തത്. AX7L ഉണ്ടായിരുന്നു, 20,000 കിലോമീറ്റർ ഓടി. നമ്മൾ രണ്ട് വൈറ്റ് ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായില്ല, രണ്ട് പോയില്ല. അപ്പോൾ ഒരു അടിപൊളി കളറാണ് കേട്ടോ. അപ്പുറത്തതും ഇനി വരാനുള്ളതും അടിപൊളിയാണ്. ഇതിന് ലോൺ എത്ര കയറും? ഇത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ലോൺ തന്നെ കയറുന്നത്. ഫുൾ ലോൺ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. റെഡ് ഉണ്ട്, ഇനി ബ്ലൂ വന്നു. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 പെട്രോൾ മാനുവൽ ആണ്. മാനുവൽ. ഓക്കെ. AX5 പെട്രോൾ മാനുവൽ 7 സീറ്റർ ആണ് വരുന്നത്. പാനോറമിക് സൺ റൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ആയില്ല, മിഡിൽ ഓപ്ഷൻ ആണ് X5 വരിക. പുഷ് ബട്ടൺ അങ്ങനത്തെ അലോയ്സ് ഒക്കെ ഉണ്ട്, ഇങ്ങനത്തെ ഒക്കെ വരും, ഫീച്ചേഴ്സ് ഉണ്ടാവും. ടോപ്പിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ല, അഡാസ് ഉണ്ടാവില്ല, അതേപോലെ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. ഇതിൽ പക്ഷേ ഒരു അട്രാക്ഷൻ ഉള്ളത് വേറൊരു കാര്യമാണ്, ഇതിന്റെ പ്രൈസ് ആണ്. ഏതാ മോഡൽ പറഞ്ഞത്? 2022 തന്നെ. ഓക്കെ, പെട്രോൾ മാനുവൽ. എത്രയാ പ്രൈസ്? ഇത് നമുക്ക് 11,50,000 രൂപ കൊടുക്കാം. 11.5 ലക്ഷം രൂപയ്ക്ക് ഒരു XUV 700 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. നേരത്തെ പറഞ്ഞ ക്യാരൻസ് പോലും കിട്ടൂല. അതാണ് അതിന്റെ ഒരു കിലോമീറ്റർ 75 ഓടിയിട്ടുണ്ട്. അതാണ് കാരണം. വണ്ടി വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളുടെ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമർ തന്നെയാണ്, ആരെയും മേടിച്ചത്. വണ്ടി വേറെ അങ്ങനത്തെ മേജറായിട്ട് ഒരു പ്രശ്നവും ഇല്ല. മൈനർ അങ്ങനത്തെ വേറെ കംപ്ലൈന്റുകളോ കാര്യങ്ങളോ കറക്റ്റ് സർവീസ് ഒക്കെ പ്രോപ്പർ പോയിട്ടുള്ള വണ്ടി. ലോണ് എനിക്ക് തോന്നുന്നത് ഈ പൈസയിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ക്യാഷ് ബാക്ക് കിട്ടും. എന്തായാലും കിയ കാരൻസിനേക്കാൾ വിലക്കുറവിൽ നിങ്ങൾക്ക് ഒരു XUV 700 കൊണ്ടുപോകാം. 2022 മോഡൽ അല്ലേ. അടുത്ത വണ്ടിയിൽ അനിയന്മാരെ വേണ്ടെങ്കിൽ ചേട്ടനുണ്ട് ഇവിടെ. XUV 500 KL66 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2018 ഡീസൽ മാനുവലാണ്. W11 ഏറ്റവും കൂടിയ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. പിന്നെ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ കുറവാണ് ഒരു വണ്ടി സംബന്ധിച്ചിട്ട്. ടയേഴ്സ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. W11 2018 മോഡൽ, 40,000 സിംഗിൾ ഓണർഷിപ്പ് തന്നെ. അതെ. ഓക്കെ, ശരിക്കും ഈ വണ്ടി ഇപ്പോഴും ഇറക്കണ്ടായിരുന്നു മഹീന്ദ്ര. ഈ വണ്ടിക്ക് ഒരുപാട് ആളുകൾ എപ്പോഴും ചോദിക്കുന്നുണ്ട്. സത്യം. XUV 700 ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് XUV 500 ഇപ്പോഴും ഒരു ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. ഇത് ശരിക്കും നിർത്തേണ്ട ഒരു ആവശ്യമില്ല, എന്തിനാ നിർത്തിയാന്ന് അറിയില്ല. ഓക്കെ, പിന്നെ പുതിയ വണ്ടികൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കമ്പനിക്ക് വില കൂട്ടണ്ടേ, ഒന്ന് നിർത്തിയല്ലേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അപ്പൊ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. എത്രയുടെ ചോദ്യത്തിന്? ഇത് 11,70,000 രൂപയ്ക്ക് കൊടുക്കാം. 11.25 ലക്ഷത്തിന് 18 മോഡൽ, വെറും 40,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ മാനുവൽ വാഹനം കൊണ്ടുപോകാം. ഒരു 12 റേഞ്ച് ഒക്കെ മൈലേജ് ഏകദേശം കിട്ടും. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ എന്തായാലും 10 ലക്ഷം രൂപയുടെ മുകളിൽ സുഖമായിട്ട് കിട്ടും. ഓക്കെ, കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ പോളോ ഒരു വിൻറ്റേജ് സെഗ്മെന്റിലേക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റമാണ്. പിന്നെ TSI ആണ് ഇത്. അതായത് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വണ്ടി. എന്താണ് പോളോ ആക്കിയ അതാണ് ഇത്. TSI KL17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആണ്, എറണാകുളം ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 പിന്നെ 6 സ്പീഡ് വരുന്ന TSI മാനുവലാണ്, പെട്രോൾ. അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ചെറിയ കോസ്മെറ്റിക് പ്രശ്നങ്ങളുണ്ട്, ഭംഗി കുറവുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ക്ലിയർ ആക്കി. 21 DSI അല്ലല്ലോ വരാം. അല്ല, ഇത് മാനുവല് TSI ആണ്. മാനുവല് TSI ആണ് വരാം. അപ്പോൾ 6 സ്പീഡ് വണ്ടി ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട്. അതും വേറെയാണ്, അത് ഓട്ടോമാറ്റിക്കലി അതാണ് എല്ലാവർക്കും. പക്ഷെ ഇതിനോട് ഇഷ്ടമുള്ള പലരും ഉണ്ട്. ഇതിനോട് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 3-4 വണ്ടിയെങ്കിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളും ഇതിനിങ്ങനെ ആളുകളുണ്ടോയെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇത് എടുത്തതിന് ശേഷം മനസ്സിലായത് ഈ വണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മാനുവൽ TSI 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. പിന്നെ വണ്ടി ക്ലീൻ ആണ്. വണ്ടി വേറെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരുടെ ജസ്റ്റ് വണ്ടി കയറിയിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ജസ്റ്റ് ഞാനപ്പോ ഒന്ന് കാണിക്കാന്നുള്ള ഉദ്ദേശത്തിൽ കുഞ്ഞു കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കി 2 ദിവസത്തിനുള്ളിൽ ക്ലിയർ ആവും. എന്തായാലും മേജർ ആയിട്ടുള്ള ഐഡിയ ഒന്നുമില്ല. ടയേഴ്സ് ഒക്കെ നല്ലതാണ്. വേറെ മേജർ ആയിട്ടൊന്നുമില്ല. ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടി. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഹിസ്റ്ററി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 21 TSI മാനുവൽ പോളോ ആണ്. എത്രയാ ചോദ്യം? ഇത് 8,90,000 രൂപ ചോദിക്കുന്നത്. 8,90,000. പോളോന്റെ മാർക്കറ്റ് ഇപ്പൊ അങ്ങനെയാണേ. ഓക്കെ, അല്ലാതെ അറിയുന്നവർക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് എന്ത് വില എന്നുള്ളത് തോന്നും. പക്ഷെ അത് അന്വേഷിച്ച് നടക്കുന്നവർ അത് ഉദ്ദേശിച്ചിട്ട് തന്നെ നമുക്കും ആ എൻക്വയറി ബേസിസിലാണ് നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ലോൺ എന്തായാലും ഒരു 7.5 ഒക്കെ എന്തായാലും കിട്ടും. താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. അടുത്ത വണ്ടി 2 സ്കോർപിയോ
അല്ലേ? നിയോ സ്കോർപിയോ ഉണ്ട്. ഇത് നമുക്ക് പരിചയപ്പെടാം. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 Z8L 4x4 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. Z8 ഫുൾ അല്ലേ? Z8L 4x4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരു വണ്ടി ഇല്ല. ഇതാണ് ഏറ്റവും കൂടിയ വണ്ടി. ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വാറണ്ടി ഇപ്പോൾ 6 മാസം വരെ ഉണ്ട് അല്ലേ? അതെ അതെ. ഈ വർഷം 6 മാസം വരെ വാറണ്ടിയിലേക്കാണ്. 70,000 ഓട്ടം പോയി, അത്യാവശ്യം ഓടിയിട്ടുണ്ട്. അതെ, ഓടിയിട്ടുണ്ട്. ഓക്കെ, നല്ല ടയർ ഭാഗം എല്ലാം മാറ്റിയത് ഒന്നും ചെയ്യാനില്ല. വണ്ടി ടയർ ഭാഗവും എല്ലാ ഭാഗവും പക്കയാണ്. ഓക്കെ, Z8L ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. ഒരു ക്ലെയിമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ശരിക്കും ഇതും 700 നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ 700 കൂടുതലാണ് ഫുൾ ഓപ്ഷൻ. പക്ഷേ അതിൽ കയറിയിരിക്കുന്നത് വെച്ചാൽ നമ്മളൊരു താണിരിക്കും പോലെ ഉണ്ട്. ഇതിൽ കയറുമ്പോൾ വെച്ചാൽ നല്ല ഹൈറ്റ് ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീൽ. അത് സ്കോർപിയോ ഇഷ്ടപ്പെടുന്ന പല ആളുകളും ഇപ്പോഴും സ്കോർപിയോ തന്നെ അന്വേഷിച്ച് വരുന്ന ആളുകളുണ്ട്. അല്ല, ക്ലാസിക് എടുക്കുന്നവർക്ക് പോലും ഈ ഒരു ഹൈറ്റ് കിട്ടൂല. കിട്ടണമെങ്കിൽ ഇത് തന്നെ കിട്ടണം. നല്ല ഹൈറ്റിലിരുന്ന ഫീലാണ്. പിന്നെ എത്ര ചോദ്യം എത്രയില്ല? ഇത് നമ്മൾ 18,50,000 ചോദിക്കുന്നത്. നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, 18.5 അതൊക്കെ മാറ്റം ചെയ്ത് തരുന്നു. ഓക്കെ, ഓൺ റോഡ് 29 അങ്ങനെ വരുന്നില്ലേ? 20 ഇത് 30 ലക്ഷം രൂപയുടെ മുകളിൽ വരും. പിന്നെ അതേപോലെ ഇനിയിപ്പോ കിലോമീറ്റർ ഇനിയിപ്പോ ഇത്തിരി കൂടുതലാണ് തോന്നുന്നവർക്ക് തൊട്ടപ്പുറത്ത് തന്നെ 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഉണ്ട് നമ്മുടെ. ബ്ലാക്ക് തന്നെയാണ്. അതും 2023 തന്നെയാണ് 30. പക്ഷെ അത് 4 വീൽ ഡ്രൈവ് അല്ല. Z8 തന്നെ 2 വീലാണ് വണ്ടി. 2 വീൽ വണ്ടിയാണ്. അത് KL7ലാണ് ആ വണ്ടി. അത് നമുക്ക് 19,70,000 രൂപ കൊടുക്കാൻ പറ്റും. അപ്പൊ രണ്ടും ഉണ്ട്. ഇത് കുറച്ച് ഓട്ടം വന്നിട്ടുണ്ട്. അതാണ്. പക്ഷേ അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്തേക്ക് ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹം തീർക്കുന്ന ഒരു വാഹനമാണ് താർ റോക്സ് ഒക്കെ. ഓക്കെ, അതിന്റെ ഒരു തലതൊട്ടപ്പനാണ് റാംഗ്ലർ. ജീപ്പ് റാംഗ്ലർ ആണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 റൂബിക്കോൺ ആണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ 2026 10 മാസം വരെ അണ്ടർ വാറണ്ടിയാണ്. ഓക്കെ, പിന്നെ ഞാൻ വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാറണ്ടി. 26 കഴിഞ്ഞാൽ 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടയേഴ്സ് ഒക്കെ നല്ലതാണ്. ഇൻഷുറൻസ് പുതിയതുണ്ട്. പിന്നെ വണ്ടി മിന്റ് കണ്ടീഷൻ തന്നെ പറയാം. ക്ലീൻ ആണ് വണ്ടി. അങ്ങനത്തെ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ അതിൻ്റെ ഒരു സെറാമിക്കിൻ്റെ ഒരു 2 വർഷത്തെ ഒരു കോട്ടിങ്ങും ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. എടുക്കുന്ന വാറണ്ടിക്ക് ജനറൽ സർവീസ് മാത്രമാണ്, വേറെ ഒന്നുമില്ല ചെയ്യാൻ. ഓക്കെ, സർവീസ് ഒക്കെ പക്ക സർവീസ് ഹിസ്റ്ററിയിൽ ഒരു സിംഗിൾ ആക്സിഡന്റ് പോലും ചെറിയ ഒന്നുമില്ലാത്ത ഒരു പെയിന്റ് ടച്ചപ്പ് പോലും ഇല്ലാത്ത വണ്ടിയാണ് തന്നെ പറയാം. എത്ര ചോദ്യം? എത്രയില്ല? ഇത് നമ്മൾ 50 ലക്ഷം രൂപക്കാണ് കൊടുക്കാൻ വെച്ചേക്കുന്നത്. 50 ലക്ഷം. ഇത് ഇറങ്ങുമ്പോൾ എത്രയാണ്? ഇത് അന്ന് 93 എന്ന് തോന്നുന്നു. ഇപ്പൊ പിന്നെ ഒരു 87 കണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നിന്നിട്ട് 87-88 നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 50 ലക്ഷത്തിന് ഒറിജിനൽ കേരള റാംഗ്ലർ, ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി നീറ്റാണ്. അതാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു പേടിയില്ലാണ്ട് തന്നെ എടുക്കാൻ പറ്റും. ഇത് ഓടിച്ചു പോകുമ്പോഴുള്ള റോഡ് പ്രസൻസ് തന്നെ ആരും നോക്കും. അത്രേ ഉള്ളൂ. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും ഒരു 45 ഒക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് അതിലും കൂടിയ സാധനം വെൽഫെയർ ആണ് ടൊയോട്ടയുടെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 KL5ലാണ്. പിന്നെ വേറെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സർവീസും ആകെ ഇതിനൊരു ചെറിയൊരു സംഭവം എന്നുള്ളത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രൈസ് പക്ഷെ നല്ല ഒരു പ്രൈസിലാണ്. 75 ലക്ഷം രൂപയ്ക്ക് സിംഗിൾ ഓണർ വണ്ടിയാണ്. 75 ലക്ഷം രൂപ ചോദിക്കാനാണ് നമ്മൾ. പ്രൈസ് എന്തെങ്കിലും കുറച്ചും കൊടുക്കാൻ പറ്റും. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. 21 മോഡല് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. പക്ഷേ ഇന്റീരിയർ ഒക്കെ കാണിക്കുമ്പോൾ മനസ്സിലാവും വണ്ടിയുടെ ക്വാളിറ്റി ഒരു തരി പോലും. അതിപ്പോൾ ഒരു 30,000 കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞാലും വിശ്വസിക്കാവുന്ന ടൈപ്പിൽ നിൽക്കുന്നത്. ഇന്റീരിയർ വേണ്ടിയിട്ട് പിന്നെ എഞ്ചിൻ പൈസ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ടൊയോട്ടയാണല്ലോ അല്ലേ? ഓക്കെ, അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? അന്ന് 1.17 എന്തോണ്. ഇപ്പൊ പ്രൈസ് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1.67, 1.68, 1.70 അടുത്ത് തന്നെ പ്രൈസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു പ്രത്യേകിച്ച് ലോണും മാക്സിമം ലോണും കിട്ടാൻ ചാൻസ് ഉണ്ട്. 75 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ബഡ്ജറ്റിൽ കേരളത്തിൽ ഒക്കെ വണ്ടി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഓഫറിലാണ്. ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് മൈലേജ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഓട്ടം പോയത്. എത്ര കിട്ടും ഏകദേശം? മൈലേജ് എങ്ങനെയായാലും കമ്പനിയൊക്കെ പറയുന്നത് 16 പറയണത്. എന്തായാലും 15 അടുപ്പിച്ചിട്ടൊക്കെ എന്തായാലും കിട്ടും. ഓക്കെ, അടുത്തത് ടൊയോട്ടയുടെ പ്രീമിയം കാറ്റഗറി ലെക്സസ് ആണ്. ലെക്സസ് ES 300 അല്ലേ?
ഒരു അടിപൊളി സെഡാൻ ബൈക്കിലാണ്. ഇത് 2022 KL7 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. വേറെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പ്രാവശ്യം അതിന്റെ ഗ്രില്ല് മാറിയിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ ഗ്രില്ല് മാത്രം. അത് മാത്രം ഒന്നുമില്ല, ബമ്പർ ഒന്നും മാറിയിട്ടില്ല, ഗ്രില്ല് മാത്രം മാറിയിട്ടുണ്ട്. 22 മോഡൽ ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഓക്കെ. പിന്നെ കിലോമീറ്റർ പറഞ്ഞു നമ്മള് കിലോമീറ്റർ 75,000 ഓടിയിട്ടുണ്ടല്ലേ. KL7 ഇതും ഒരു പ്രൈസ്, ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ്. അല്ല, ഇത് ഹൈബ്രിഡ്, പെട്രോൾ ഹൈബ്രിഡ് ആണ്. ഓക്കെ. എത്ര കിട്ടും മൈലേജ്? ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒന്ന് ലോങ് പോയപ്പോൾ ഒരു 20 വരെയും കിട്ടി മൈലേജ്. നന്നായിട്ട് ഓടിക്കുകയാണെങ്കിൽ വണ്ടി നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. എന്തായാലും ഒരു 15, 16, 17 എന്തായാലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നല്ല മൈലേജ് കിട്ടും. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ടായിരിക്കും തപ്പിയെടുക്കുന്നത്. ഈ കാറ്റഗറി വണ്ടിയൊക്കെ എടുക്കാൻ ഇത് നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഓൾറെഡി ഇപ്പൊ നമുക്ക് 2-3 ആളുകൾ ബാക്ക് ടു ബാക്ക് വണ്ടി എൻക്വയറി ചെയ്തുകൊണ്ട് ഇപ്പൊ ലോണ് ആവാത്തൊരു ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന 2-3 ആളുകളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചു. പിന്നെ മിസ്സായി പോകും. എത്ര ചോദ്യം? 45 ലക്ഷം രൂപയാണ് നമ്മളെ വില. 45 ലക്ഷം, 22 മോഡൽ, 75,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് അല്ല, സോറി, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ, ഒറിജിനൽ കേരള. ലോണ് ഒരു ലോണൊക്കെ ഫുള്ള് കിട്ടും. ഈ പൂരങ്ങൾക്കൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ ചെറുത് പൊട്ടി അവസാനത്തേക്ക് നല്ല കിഡിൽ ഐറ്റംസ്. അതുപോലെയാണ് ഇവിടെ. തുടക്കമൊക്കെ ചെറുത് കണ്ട് ലാസ്റ്റിലേക്ക് ഹെവി ആയിട്ടാണ്. 730D ആണ് BMW. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018-19 730 LD 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഫാൻസി നമ്പർ ഒക്കെ KL21 4444 വണ്ടി നമ്പർ. ഓക്കെ. വണ്ടി നല്ല ക്ലീൻ ആണ് വണ്ടി. അതായത് ഇപ്പൊ റീസെന്റ് പ്രോപ്പർ സർവീസ് പോയതിന്റെ പേരിൽ ഗുഡ് വിൽ വാറണ്ടിയിൽ അതിന്റെ സസ്പെൻഷൻ വരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറി തന്ന വണ്ടിയാണ്. അതായത് സർവീസ് പ്രോപ്പർ ആയിട്ട് പോയിട്ടുള്ള അതെ ഗുഡ് വിൽ വാറണ്ടി കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി നീറ്റാണ് തന്നെ പറയാം. നല്ല ക്ലീൻ ആണ് വണ്ടി. ഇത് നമ്മൾ ചോദിക്കേണ്ടത് 58 ലക്ഷം രൂപയാണ്. ലോണ് നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ വരെയും കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. 58 ലക്ഷം ഒറിജിനൽ കേരള വണ്ടി, ഫുൾ ലോണ് ചാൻസ് ഉണ്ട്. ഇതും റോഡിലൂടെ പോകുമ്പോൾ ശരിക്കും ഒരു കപ്പൽ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഫീൽ ആയിരിക്കും. നല്ല അടിപൊളി വണ്ടിയാണ്. അടിപൊളി ഫീൽ ആയിരിക്കും ഹൈവേയിലൊക്കെ പോകുകയാണെങ്കിൽ. ഓക്കെ. അപ്പം നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ. ലോൺ മാക്സിമം കയറും. ഫുൾ തന്നെ കയറാൻ ചാൻസ്. 50 ഫുള്ള് കയറും. ഓക്കെ. 58 കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒബ്വിയസ്ലി, വേറൊന്നുമില്ല. ഇനി വേറെ ഏതൊക്കെ സ്റ്റോക്ക് ഇപ്പോൾ വരാനുണ്ടോ? വേറെ കുറച്ച് വണ്ടികൾ വരാനുണ്ട്. ഇപ്പൊ സ്കോർപിയോ നമ്മൾ കാണിച്ചിരുന്നു. സ്കോർപിയോന്റെ മാനുവൽ 2025 ഒരു വണ്ടി കൂടിയൊക്കെ വരാനുണ്ട്. കുറച്ച് വണ്ടികളും കൂടി വരാനുണ്ട്. പിന്നെ ടൈഗൂണ്, ചെറിയ ബഡ്ജറ്റിലുള്ള മാനുവൽ ടൈഗൂണൊക്കെ നമ്മുടെ കയ്യിൽ വരാനുണ്ട്. ഹെക്സ ഓട്ടോമാറ്റിക് വരാനുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തു. അതേപോലെ വണ്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ധൈര്യമായിട്ട് നമുക്ക് പേര് മാറി എടുക്കാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. ലൈസൻസ് ഉള്ളതിന്റെ പേരിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ. പലരും പേടി ഉണ്ടാവുമല്ലോ വണ്ടി പേര് മാറാണ്ടല്ലോ. ആ പേര് മാറൽ നമ്മുടെ പേരിലേക്ക് തന്നെ മാറി എടുക്കാവുന്ന ഒരു സാഹചര്യം. അതായത് ഓണർഷിപ്പ് മാറില്ല, താൽക്കാലികമായിട്ട് ഇവരുടെ പേരിലേക്ക് മാറും. എന്നിട്ട് അടുത്ത RTOയില് നമ്മുടെ ഇതിലായിരിക്കും, ഇവരുടെ അണ്ടറിലായിരിക്കും. അതായത് വണ്ടിയുടെ പേരിൽ പിന്നെ എന്ത് കേസ് വന്നാലും അത് ഇവരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ കൊടുത്തതിന് ശേഷം. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഓണർഷിപ്പ് മാറുന്ന പ്രശ്നം വരുന്നില്ല, നിങ്ങൾക്ക് വിലയും കുറയുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ വിൽക്കുന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നല്ല അടിപൊളി വാഹനങ്ങളുണ്ട്. അടുത്തൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങളെ കമൻസ് ഒക്കെ തന്നെ രേഖപ്പെടുത്തുക. താങ്ക് യു. ബൈ.